പൂക്കൾ നിറഞ്ഞ പുൽത്തകടിയിൽ തനിച്ചിരുന്ന ഞാൻ ചിന്താമഗ്നയാകും. എൻ്റെ ആത്മാവ് പ്രാർത്ഥനയിൽ ആണ്ടുപോയിരുന്നു. വിദൂരത്തെ ശബ്ദങ്ങളും കാറ്റിൻ്റെ മർമ്മരവും പട്ടാളക്കാരുടെ അവ്യക്ത ഗാനത്തിൻ്റെ ധ്വനിയും കേൾക്കാമായിരുന്നു. ആ സ്വരങ്ങളെല്ലാം എന്നിൽ ഹൃദ്യമായ വിഷാദഭാവം ഉളവാക്കി. ഭൂമി വിപ്രവാസ ദേശമാണെന്ന് തോന്നി. സ്വർഗത്തെ ഞാൻ വിഭാവനം ചെയ്യണേ. ഈ ചെറിയ പ്രായത്തിലല്ലേ സ്വർഗത്തെ പറ്റി ചിന്തിക്കുന്നത്? ഒന്ന് പോ സിസ്റ്ററെ. ശരിക്കും നല്ല രസമായിരിക്കും അല്ലേ? ശരിക്കും നല്ല രസമായിരിക്കും. ഇതാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. ഇവളുടെ ആത്മകഥയാണ് നവമാലിക. ഈശോയെ സ്നേഹിച്ച് വിശുദ്ധിയായ സാധാരണക്കാരിയായ സിസ്റ്റർ. ഓ ചുമ്മാ അതല്ല, തെറസിറ്റാന്നൊക്കെ പേരിട്ടേക്കുന്നേ സിസ്റ്ററിന്റെ വിശുദ്ധിയാണല്ലേ? അതെ അതെ, എന്റെ വിശുദ്ധിയാ. ദേ സിസ്റ്ററെ, ഞാൻ ഒരു കാര്യം പറയാം. കുറച്ചാൾ കഴിയുമ്പോൾ ഞങ്ങളിന്ന് മറക്കല്ലേ കേട്ടോ. നിങ്ങൾ എന്നെ ഓർക്കുമെന്ന് ആർക്കറിയാം. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വരാം. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കൂടെയുണ്ട്, കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്. മോളെ ഓക്കെ അല്ലേ? ചാച്ചാ, ചേച്ചിയുടെ മുഖത്തെന്താ പാട്? ചേച്ചിനെ ആരായിരുന്നു തല്ലിയോ? മോനെ ചേച്ചി ഉറങ്ങിക്കോട്ടെ.
നഷ്ടബോധത്തിൻ്റെ നോവുകളേറിയ ഏകാന്തരാവിൽ ഞാൻ കരഞ്ഞു. ഒഴുകിയിറങ്ങിയ കണ്ണീർ കണങ്ങളിൽ ഇടയനായി ദൈവം കൂടെ വന്നു. ആത്മഗാനങ്ങളാൽ സപ്തവർണ്ണങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ മഴവില്ലു തീർത്തു. ദൈവത്തെ തേടാൻ കുറുക്കുവഴി തീർത്ത് കർമ്മലവനിയിലെ ചെറുപുഷ്പമേ, നിത്യനിതാന്ത ദാഹം ശമിപ്പിക്കും ഈശോയെ സ്നേഹിച്ച നരസൂനമേ. നൈരാശ്യഭാരങ്ങൾ ഉള്ളിലച്ചപ്പോൾ സുവിശേഷം കാണിച്ചുള്ളിൽ കരുത്തേകിയ കന്യാമഠത്തിലെ നിറദീപമേ,